ഞങ്ങളിപ്പോൾ ഉള്ളത് മലരിക്കലാണ്. ഇവിടെ ഏക്കർ കണക്ക് പാടത്തിന് നിറച്ചു ആമ്പൽ പൂത്തിരിക്കുക. ഇത് കണ്ടോ? ഞങ്ങൾ മലരിക്കലിലേക്ക് ഒരു ബൈക്ക് ട്രിപ്പ് പോയി. കോട്ടയത്തിനും കുമരകത്തിനും ഇടയിലുള്ള സ്ഥലമാണ് മലരിക്കൽ. അവിടെ ഇപ്പോൾ വാട്ടർ ലില്ലി ഫെസ്റ്റിവലാണ്. അവിടെ ഏക്കർ കണക്കിന് പാടത്ത് ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. ഈ പാലം കടന്ന് നേരെയുള്ള റോഡിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താം. ഞങ്ങൾ ഈ പാലം കഴിഞ്ഞ് വലത്തോട്ടുള്ള റോഡിലാണ് പോകുന്നത്. അവിടെ ഒയാസിസ് അക്വാവില്ല എന്ന ഹോം സ്റ്റേയിൽ താമസിക്കാൻ. കാരണം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആമ്പൽ പൂക്കൾ രാവിലെ 6:30 തൊട്ട് ഒരു 10 മണി വരെയാണ് വിടർന്നു നിൽക്കുക. അത് കഴിഞ്ഞ് സൂര്യവെളിച്ചം തട്ടുമ്പോൾ അവ കൂമ്പും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ച് രാവിലെ 6:30 ആമ്പൽ പൂക്കൾ കാണാൻ പോകാം എന്ന് തീരുമാനിച്ചു. ഇതാണ് മലരിക്കൽ ബ്രിഡ്ജ്. ഇവിടുന്ന് നേരെ പോയാൽ ആമ്പൽപ്പാടം, വലത്തോട്ട് പോയാൽ ഹോം സ്റ്റേ. ഈ ഒയാസിസ് അക്വാവില്ല നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ട് ഹോം സ്റ്റേ ആണ്. ഹായ്, ഞങ്ങൾ ഇന്നുള്ളത് മലരിക്കലിലാണ്. ആൻഡ് ദിസ് ഇസ് എ വില്ല വിച്ച് വി ആർ സ്റ്റേയിങ്, ഒയാസിസ് അക്വാവില്ല. മുൻവാതിൽ തുറന്ന് പടിയിറങ്ങി ചെന്നാൽ ഈ ബ്യൂട്ടിഫുൾ വാട്ടർ ബോഡി കാണാം. നല്ല പോസിറ്റീവ് ആംബിയൻസ് ഉള്ള സ്പേസ് ആണിത്. ഇവിടെ 2 AC റൂംസ് ആൻഡ് 1 നോൺ AC റൂം അവൈലബിൾ ആണ്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവരെത്തിക്കും. ഇവിടെ ഈ പടവുകളിൽ ഇരിക്കാനും നല്ല രസമാണ്. ഇതാണ് ഇവിടുത്തെ കെയർ ടേക്കർ പൊന്നപ്പൻ ചേട്ടൻ. ഹീ ഈസ് എ വെരി നോളജബിൾ പേഴ്സൺ. മലരിക്കൽ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹമുണ്ട്. ഈ ഹോം സ്റ്റേയുടെ ഓണർ മിസ്റ്റർ ഷാജി മോൻ മലരിക്കൽ ടൂറിസം കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ്. ഇവരുടെ കോൺടാക്റ്റ് നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തു തന്ന മിസ്റ്റർ കൊച്ചുമോൻ, അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് വന്നാൽ ഇവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഇവിടെ വൈകുന്നേരങ്ങളിൽ പൂക്കൾ കൂമ്പിയാലും മനോഹരമായ മറ്റൊരു കാഴ്ചയുണ്ട്, ഇവിടുത്തെ സൺസെറ്റ്. കാറ്റുകൊണ്ട് ഈ സൂര്യാസ്തമയം കാണുന്നത് വേറിട്ടൊരനുഭവമാണ്. ആമ്പലിലകളിൽ സൂര്യകിരണം വന്ന് പതിക്കുമ്പോൾ അവയ്ക്ക് ചന്തമേറെ. കണ്ണെത്താ ദൂരത്തോളം പാടത്തിൽ വെള്ളമുള്ളതുകൊണ്ട് കടലിലാണോ നമ്മൾ എന്ന് തോന്നിപ്പോവും. ഓണത്തിൻ്റെ വരവ് അറിയിക്കുന്ന ഈ ഓണത്തുമ്പികൾ ഞങ്ങൾക്കൊപ്പം ഒരുപാട് നേരമുണ്ടായിരുന്നു. പിറ്റേന്ന് 6 മണിയോടെ ആമ്പലുകൾ കാണാൻ ഞങ്ങൾ ചെന്നു. ഹോം സ്റ്റേയിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അവിടെ കുറേ ആളുകൾ പൂക്കൾ വെക്കുന്നുണ്ടാവും. പറ്റിയാൽ അത് വാങ്ങുക. ഈ 2 മാസങ്ങളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന വരുമാനമാണ് അവർക്കത്. നമ്മൾക്ക് കാഴ്ചയെടുക്കുന്ന ഭാഗങ്ങളിൽ നിന്നല്ല അവർ പൂക്കൾ പൊട്ടിക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ളവരെ നട്ടം ചുറ്റിച്ചിരുന്ന കളയാണ് ഈ ആമ്പലുകൾ. കൃഷിക്ക് മുമ്പ് ഇവ നശിപ്പിച്ചാലേ കൃഷി ഇറക്കാൻ കഴിയുകയുള്ളൂ. പണ്ടൊരിക്കൽ ഇവിടെ ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ചപ്പോൾ ഒരു ജ്യോതിഷൻ പറഞ്ഞിരുന്നത്രേ ഈ ഗ്രാമത്തിൽ പൂക്കൾ വരുമാനം കൊണ്ടുവരുമെന്ന്. പിന്നെ നമ്മളീ പോകുന്ന സ്ഥലത്തിനടിയിൽ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നത്രേ. അങ്ങനെ ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക്. ഇത് കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതിരിക്കുക. പിന്നെ ആമ്പലുകൾ രാത്രിയാണ് വിരിയുക. അത് കാണാൻ ഒരു പാത്വേ നിർമ്മിക്കുന്നതെല്ലാം മലരിക്കൽ ടൂറിസം പ്രൊമോഷൻ്റെ പദ്ധതികളിലുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആമ്പൽ പൂക്കൾ ഇങ്ങനെ ഇവിടെ വിരിഞ്ഞു നിൽപ്പുണ്ടാവുക. ഇതിപ്പോൾ സെപ്റ്റംബർ മാസമായി. ഏകദേശം സെപ്റ്റംബർ പകുതിയോടെ വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കും. അപ്പോൾ അതിനു മുൻപ് തന്നെ എല്ലാവരും കാണാൻ വരണം. പിന്നെ രാവിലെ 6:30 മുതൽ 9:30, 10 മണിയൊക്കെ വരെയാണ് ഈ ആമ്പലുകൾ ഇങ്ങനെ വിടർന്നു നിൽക്കുക. അത് കഴിഞ്ഞാൽ കൂമ്പിപ്പോവും. വീക്കെൻഡ്സ് എല്ലാം നല്ല തിരക്കാണ്. പറ്റുമെങ്കിൽ വീക്ക് ഡേയ്സ് വന്നാൽ അധികം തിരക്കില്ലാതെ ഈ വാട്ടർ ലില്ലി ബ്ലോസംസ് ആസ്വദിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ആമ്പൽ വസന്തം തീർച്ചയായിട്ടും കാണണം.
ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പാലയിലുള്ള മോഹനേട്ടൻ്റെ കടയിലും കയറി. അവിടുത്തെ പഴംപൊരിയും ബീഫും വളരെ ഫേമസ് ആണ്. അവിടുത്തുകാർ പഴംപോളി എന്നും പറയുന്നുണ്ട്. നല്ലോണം പഴുത്ത പഴം, പിന്നെ ടെക്സ്ചറിനും വ്യത്യാസമുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ ചേച്ചിയുടെ കടയിൽ നിന്നും ഒട്ടും മധുരം ചേർക്കാത്ത നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. ആ ഭാഗങ്ങളിലുള്ള പൈനാപ്പിൾ കൃഷിയിടങ്ങളിൽ നിന്നും വരുത്തുന്ന പൈനാപ്പിളാണിത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന മലരിക്കലിലെ ആമ്പൽ വസന്തം കണ്ട് ഞങ്ങൾ മടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.